മഴത്തോട് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ ഷേവ് ചെയ്തുകൊണ്ട് നിന്ന് ബാലചന്ദ്രനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മോളെ ഇത്, എന്നെ വിട്, ഞാനങ്ങോട്ട് വരികയല്ലേ, അച്ഛൻ പെട്ടെന്ന് വന്നേ, എന്നാലേ ആ കാഴ്ച കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ആ കാഴ്ചയൊക്കെ തീർന്നു പോകും. അത്രയ്ക്ക് വലിയ കാഴ്ച എന്തുവാടി, അത് വാ, അച്ഛൻ വന്നാലല്ലേ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ കൃഷ്ണമോളാണെങ്കിൽ ബാലചന്ദ്രനെയും പിടിച്ച് നേരെ രോഹിത്തിൻ്റെ മുറിയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ കൃഷ്ണമോൾ കാണിച്ചു കൊടുക്കുകയാണ് രോഹിത്തിൻ്റെ മുറിയിലിരിക്കുന്ന അലീനെ. അങ്ങോട്ട് നോക്കുന്ന ബാലേന്ദ്രൻ ആകപ്പാട് സന്തോഷം കൊണ്ട് കണ്ണ് നിറയാണ്. കാരണം അലീന കൊടുക്കുന്ന ആഹാരം, വായിലേക്ക് വെച്ച് കൊടുക്കുന്ന ബ്രെഡൊക്കെ ആണെങ്കിൽ രോഹിത്ത് ഒരു മടിയും കൂടാതെ ആഹാരം കഴിക്കുകയും അതേപോലെ തന്നെ നല്ല കുട്ടിയായിട്ട് അലീന കൊണ്ടു കൊടുക്കുന്ന മരുന്ന് കഴിക്കുകയും അലീന പറയുന്നതെല്ലാം അനുസരണയോടെ കേട്ടിരിക്കുന്ന രോഹിത്തിനെ കണ്ട് ബാലചന്ദ്രൻ ആകപ്പാട് ഞെട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്, കണ്ണും നിറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഇങ്ങനെ രോഹിത്തിനെയും അതേപോലെ തന്നെ അലീനയെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം കൃഷ്ണമോൾ ചോദിക്കുകയാണ്, ഈ കാഴ്ച കാണാൻ അച്ഛനെ പിടിച്ചോണ്ട് വന്നത്, ഈ ഒരു കാഴ്ച അച്ഛനാണെങ്കിൽ മിസ്സാവണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ പെട്ടെന്ന് അച്ഛനെ പിടിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, മോളെ ഇതെങ്ങനെ സാധിച്ച്, എങ്ങനെ ഇവൻ അലീന പറയുന്നത് കേൾക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ കൃഷ്ണമോൾ പറയാണ്, അതാച്ചാ അലീന ചേച്ചിയുടെ മാജിക്ക്, അലീന ചേച്ചി ആരെ വേണമെങ്കിലും മാറ്റിയെടുക്കും, ഇപ്പം അച്ഛന് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, എനിക്ക് മനസ്സിലായി, എനിക്ക് നേരത്തെ അവൾ എനിക്ക് വാക്ക് തന്നതാണ്, രോഹിത്തിൻ്റെ കാര്യത്തിൽ ഓർത്ത് അച്ഛൻ ഒരു തരത്തിലും ടെൻഷൻ അടിക്കണ്ട എന്ന് അവൾ എനിക്ക് വാക്ക് തന്നെയാണ്, ആ വാക്ക് അവൾ പാലിച്ചു. അപ്പം എന്നാലും മോളെ എങ്ങനെ അവനെ ഇങ്ങനെ മാറ്റിയെടുത്തെന്ന് പറയാണ്. അച്ഛാ, അലീന ചേച്ചിയാണെങ്കിൽ രോഹിയേട്ടനെ ഇത്രയും വയ്യാതിരുന്ന കടന്ന സമയത്തും അലീന ചേച്ചി മാത്രമേ ഉള്ളായിരുന്നു രോഹിയേട്ടനെ നോക്കാൻ. അച്ഛാ, വേറൊരു കാര്യം കൂടെ, നമ്മുടെ ബബിതേച്ചിക്കും മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ബബിതേച്ചിയാണ് അലീന ചേച്ചിയുടെ പുറയിൽ വെള്ളവും ചൂടുവെള്ളമൊക്കെ ആയിട്ട് ആഹാരം ഒക്കെ ആയിട്ട് അലീന ചേച്ചിയുടെ കൂടെ രോഹിയേട്ടൻ്റെ അടുത്തേക്ക് വരുന്നത് ബബിതേച്ചിയാണ്. ബബിതേച്ചിക്ക് മാറ്റമുണ്ട്. അപ്പം ബാലചന്ദ്രൻ ഇങ്ങനെ കൃഷ്ണമോളെ നോക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല അച്ഛാ, സത്യമാണ്, ബബിതേച്ചിക്ക് നല്ല മാറ്റമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്കൊരു ദിവസം രോഹിയേട്ടൻ ഛർദ്ദിച്ച് അവിടെ താഴെയും ദേഹത്തൊക്കെ ആക്കിയ ഒരു ദിവസം ഉണ്ടല്ലോ, അച്ഛൻ കണ്ടില്ലായിരുന്നോ? അന്ന് അലീന ചേച്ചിക്ക് ഡ്രസ്സ് മാറാൻ ബബിതേച്ചിയുടെ ഒരു ചുരിദാർ കൊണ്ട് കൊടുത്തെന്ന്. അപ്പോഴേ ബാലചന്ദ്രൻ ജെട്ടി ഇങ്ങനെ കൃഷ്ണമോളെ നോക്കുവാണ്. ആണെന്നുവെച്ചാൽ ബബിതേച്ചി ഒരു ചുരിദാർ കൊണ്ടുവന്ന് അലീന ചേച്ചിക്ക് കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞത് അലീന ചേച്ചിയാണെന്ന്. അങ്ങനെ ആകപ്പാടെ ബാലചന്ദ്രന് ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു മോളെ എന്ന് പറയാണ്. അച്ഛാ, അലീന ചേച്ചി ശരണ്യ അടുത്ത് പോയി ശരണ്യെ കൊണ്ട് കോടതിയിൽ മൊഴി മാറ്റിച്ച്. പിന്നെയാണോ അലീന ചേച്ചിക്ക് രോഹിയേട്ടനെയും അതേപോലെ ബബിതേച്ചിയെയും മാറ്റിയെടുക്കാൻ പറ്റാത്തത്. അവർ മാറും, നമ്മളെല്ലാം സന്തോഷത്തോടെ തന്നെ ജീവിക്കും, അച്ഛൻ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ്റെ ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് രോഹിത്തിനാണെങ്കിൽ നേരത്തെ അലീനയോടുള്ള ദേഷ്യമൊന്നും ഇപ്പം ഇല്ല. കാരണം അലീന പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, അനുസരണയോടെ നിൽക്കുന്നുണ്ട്. എന്നാലും പഴയതുപോലെ ആ ദേഷ്യമൊന്നുമില്ല. എന്നാലും അലീനയോട് കൂടുതൽ അങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യുന്നില്ല. ഇതിനിടയ്ക്ക് കമലയാണെങ്കിൽ വൈജയെ വിളിക്കുന്നുണ്ട്. എന്തുണ്ട് വൈജി അവിടെ വിശേഷം? ഇവിടെ പ്രത്യേകിച്ച് എന്ത് വിശേഷമോ, ഇവിടെ പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല എന്ന് പറയാണ്. ഇവിടെ ഞാനിങ്ങനെ മുറിയിലിരിക്കുന്നു, അവിടെ രോഹിക്ക് പനിയാണ്, രോഹിയെ ശുശ്രൂഷിക്കാൻ അവളുണ്ട്, പിന്നെ ബബിതയും അതേപോലെ കൃഷ്ണമോളും അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ നിന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കാൻ. ആ കണ്ട്, ഞാൻ ഇന്നലെ രോഹിയെ കാണാൻ മുകളിലോട്ട് പോയപ്പം എന്നെ കണ്ടായിരുന്നു, നീ ഒന്നും മിണ്ടിയില്ലേ? ഞാനൊന്നും മിണ്ടിയില്ല, ഞാനെന്താ പറയാനാ എന്ന് വൈജി ചോദിക്കുകയാണ്. നിന്നോടും ഒന്നും മിണ്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നോടും ഒന്നും പറഞ്ഞില്ല, ഞാനും അങ്ങോട്ടും ഒന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. അപ്പം കമല പറയാണ്, നിന്നോടൊന്നും സംസാരിച്ചില്ലെങ്കിൽ നീ ഒന്നും സംസാരിക്കാൻ പോണ്ട എന്ന് പറയാണ്. അപ്പം വൈജ പറയാണ്, ഞാനൊന്നും സംസാരിക്കാൻ പോകുന്നില്ല, ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല, ഇവിടെ ഇപ്പോൾ സർവ്വ അധികാരം ഉള്ളത് അവൾക്കല്ലേ, അവൾ ഭരിക്കട്ടെ, ഞാൻ ആരുടെയും കാര്യത്തിൽ ഇടപെടാനും ഒന്നിനും പോകുന്നില്ല, അവളെ ഭരിച്ച് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോട്ടെ, അതല്ലേ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുകയാണ്. അപ്പോൾ കമല ചോദിക്കുകയാണ്, രോഹിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, പനി കുറവുണ്ടോ? ഞാൻ ഒരു വട്ടം കയറി അവനെ കണ്ടായിരുന്നു, അന്ന് അവന് വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ പനി ഇച്ചിരി കൂടുതലാണെന്ന് ബബിത പറഞ്ഞറിഞ്ഞ് എന്ന് പറയാണ്. നീ പിന്നെ കാണാൻ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പിന്നെ പോയില്ല, എനിക്ക് ഭയങ്കര പാടാ അവനേട്ടത്തി മുകളിലോട്ട് പടി കയറിപ്പോവാൻ, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ കമല പറയാണ്, നീ ഇടയ്ക്ക് രോഹിയെ പോയി കാണണം, ഇല്ലെങ്കിൽ അവനെ അവൾ ശുശ്രൂഷിച്ച് പാട്ടിലാക്കും എന്ന് പറയുകയാണ്. അപ്പം വൈജി ഒന്ന് ഞെട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ സത്യമാണ്, അതുകൊണ്ട് നീ ഇടയ്ക്ക് പറ്റുമെങ്കിലൊക്കെ മുകളിൽ നിന്ന് അവനെ ഒന്ന് കാണാൻ നോക്കണം.
എൻ്റെ ഈ കാലും വെച്ച് കയറാൻ പാടാ കമലേട്ടത്തി, അതുകൊണ്ടാണ് ഞാൻ പോകാതെ. ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. അപ്പോഴാണ് അലീന വൈജയുടെ മുറിയിലേക്ക് വരുന്നത്. അപ്പം കമല ചോദിക്കുന്നുണ്ട്, അലീന എങ്ങനെ ഇരിക്കുന്നത്, അവളെന്ത് പറയുന്നു എന്ന് ചോദിക്കുകയാണ്. അവളെന്ത് പറയാൻ, ഞാൻ അവളോട് സംസാരിക്കാറില്ല. അവക്കല്ലേ ഈ വീട്ടിലെ സർവ്വ അധികാരം. അവൾ ഭരിക്കട്ടെ, എൻ്റെ വീട് അവൾ ഭരിക്കട്ടെ. ബാലചന്ദ്രന് അതല്ലേ ഇഷ്ടം. അവളെന്ന് ഈ വീട്ടിൽ നിന്ന് പോവാതെ എൻ്റെ വീട് രക്ഷപ്പെടത്തില്ല. പഴയതുപോലെ ഈ വീട് ആവത്തുമില്ല. ബാലേന്ദ്രന് അവളിവിടെ വേണമെന്നല്ലേ ആഗ്രഹം. ഞാനിവിടെ ഇല്ലെങ്കിലും ബാലേന്ദ്രന് ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അലീനെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് അലീനെ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് വിഷമമാകുന്നുണ്ട്. അങ്ങനെ അലീന മുറി കയറാതെ അങ്ങ് പോവുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നാലും അലീന ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയാണ്. കുറേ നേരത്തിന് ശേഷം ഭവതിയാണെങ്കിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കൃഷ്ണമോളെ കാണുന്നുണ്ട്. അപ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇപ്പം രോഹിയേട്ടൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. നീ രോഹിയേട്ടനെ കണ്ടില്ലയോ എന്ന് ഭവിത തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഞാൻ പോയി കണ്ടായിരുന്നു, ഇന്നലെ രാത്രി നല്ല ചുമയായിരുന്നെന്ന് അലീന ചേച്ചി പറയുന്നു. അപ്പം ഭവിത പറയുന്നുണ്ട്, അതെ നല്ല ചുമയായിരുന്നു, പിന്നെ ചൂടൊക്കെ പിടിച്ചു കൊടുത്ത് വിക്സൊക്കെ ഇട്ട് കുറേ നേരം, രാത്രി ഒത്തിരി വൈകിയാണ് അലീന കടന്നതെന്ന് ഭവിത പറയുകയാണ്. ഞാനും ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് കുറേ കുറഞ്ഞിട്ടുണ്ട് രോഹിയേട്ടന്. ഇന്നലെ നല്ല ചുമയായിരുന്നു, ചൂടൊക്കെ പിടിച്ചിട്ട് കടന്നത്, അതുകൊണ്ട് രാവിലെ നല്ല ആശ്വാസമുണ്ട്. രാവിലെ ഫുഡൊക്കെ കഴിച്ചെന്ന് ഭവിത പറയാണ്. അപ്പം കൃഷ്ണമോള് പറയാണ്, അലീന ചേച്ചി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് രോഹിയേട്ടന് വേണ്ടി ഇല്ലേ ചേച്ചി എന്ന് പറയാണ്. അപ്പോൾ ഭവിത ഇങ്ങനെ വിഷമത്തോടെ ചോദിക്കുകയാണ്, എങ്ങനെ ഒരാളെ ഇത്രയും ദ്രോഹിച്ച ഒരാൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടാൻ തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോൾ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. അല്ല ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുകയാണ്. അല്ല രോഹിയും ഞാനും ഒക്കെ എന്തുമാത്രം അവളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ട് രോഹിക്ക് വേണ്ടി ഇത്രയും ഉറക്കമൊഴിഞ്ഞ് രോഹിയെ ഇത്രയും ശുശ്രൂഷിക്കാൻ അവൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് ഭവിത ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണമോൾ പറയാണ്, അതാണ് അലീന ചേച്ചി. അലീന ചേച്ചിക്ക് ആരോടും ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല. അലീന ചേച്ചിക്ക് എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് മാത്രമേ മനസ്സിലുള്ളതെന്ന് കൃഷ്ണമോൾ പറയുകയാണ്. അപ്പം ഭവിത പറയാണ്, അത് നീ പറഞ്ഞ ശരിയാ, എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അവൾ ആർക്കും വേണ്ടി ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നന്മകൾ മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. രോഹിയേട്ടൻ തന്നെ എന്ത് ദ്രോഹം അവളോട് ചെയ്തിട്ടുണ്ട്. പക്ഷേ രോഹിയേട്ടന് ഒരു ആവശ്യം വന്നപ്പം അലീന മാത്രമേ കൂടുള്ളെന്ന് ഭവിതയും പറയുകയാണ്. എനിക്കിപ്പം തോന്നുന്നു അലീനയാണ് ശരിയെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് കൃഷ്ണമോൾ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. ചേച്ചിക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ, അതെന്താടി, എനിക്ക് മാറിക്കൂടെ, എനിക്കും നിന്നെപ്പോലെ ചിന്തിച്ചൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഭവിത അങ്ങ് കയറിപ്പോവാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അപ്പോഴാണ് അലീന അങ്ങോട്ട് വരുന്നത്. അലീനെ കാണുമ്പോൾ ഉടനെ കൃഷ്ണമോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. എന്താടി മോളെ, എന്താ അത്ര സന്തോഷം എന്ന് പറയാണ്. ചേച്ചി എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ പറ്റും, എന്താ നീ കാര്യം പറ. അല്ല ഭവിതേച്ചിയും രോഹിയേട്ടനും ഞാനും ചേച്ചിയൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിയുന്ന കാര്യം ആലോചിച്ചുമൊക്കെ. അപ്പം നീ എന്താടി മോളെ ഇപ്പം അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അല്ല ചേച്ചി, ഭവിതേച്ചിക്ക് നല്ല മാറ്റമുണ്ട്. എന്നോടിപ്പം ചേച്ചിയുടെ കാര്യം സംസാരിച്ചതേ ഉള്ളൂ. ചേച്ചിയുടെ കൂടെ ഇപ്പം പഴയ പോലെ ദേഷ്യമൊന്നും ഭവിതേച്ചിക്കില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തെ. എനിക്കങ്ങനെ തോന്നി മോളെ, ഇപ്പം പഴയതുപോലെ എന്നോട് ദേഷിക്കാറൊന്നുമില്ല അവൾ. അപ്പം കൃഷ്ണമോൾ പറയാണ്, ഇതിനെല്ലാം കാരണം ചേച്ചിയാണ്. രോഹിയേട്ടനും മാറ്റം ഉണ്ടാവും, നമ്മുടെ അമ്മയ്ക്കും കൂടെ ഒരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു, നമുക്ക് സന്തോഷമായിട്ട് എല്ലാവരും സന്തോഷത്തോടെ കഴിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഭയങ്കര സന്തോഷത്തിലാണ്.